ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചൂര മീൻ മുളകിട്ട് വറ്റിച്ചതാണ്. അത് ചട്ടി ചൂടായി, അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഈ കണക്കിന് സവാള എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ആട്ടി ഇടുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെറിയ ഉള്ളി ഇതുപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ, അതിന് നല്ല ടേസ്റ്റാണ്. അടുത്ത് പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ടിടുക. അത് മൂത്ത് വരുമ്പോൾ ഇത്രയും മൂത്ത് വന്നപ്പോൾ ഇതുപോലെ ഉലുവ അങ്ങോട്ടിട്ട് അതിലിട്ട് മൂപ്പിക്കുക. ഈ പരുവത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. കണ്ട ഉലുവ ഇതേപോലെ മൂത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് തീ കുറച്ച് വെച്ചും കൊണ്ട് തീയൊക്കെ ഫ്ലെയിം നന്നായി കുറയ്ക്കുക. മഞ്ഞൾപ്പൊടി ഞാൻ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഈ പരുവം കളറിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. അതിനകത്ത് ഇപ്പോൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ടിരിക്കുന്നത്. കുടംപുളി ഇട്ട് പറ്റിച്ച മീൻകറിയാണേ. അതിലോട്ട് മല്ലിപ്പൊടി 2 സ്പൂണ്, അര സ്പൂണ് കുരുമുളക് പൊടി. ഈ പരുവത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞളും ബാക്കി എല്ലാ ഐറ്റംസും ഇതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഉപ്പ്, എനിക്ക് ഒത്തിരി മീനുള്ളതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ഇടുന്നത്. നിങ്ങളുടെ മീൻ എടുക്കുമ്പോൾ നിങ്ങൾ അളവിനാണ് ഉപ്പിടേണ്ടത്. ഇനി ഇത് ഇനി നമുക്കിത് അടച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പുളി ഇടാം. പുളി ഇടുന്ന അളവ് ഞാൻ കാണിച്ചു തരാം. അടപ്പെടുത്തു. ഈ പരുവത്തിന് തിളയ്ക്കുന്നതാ കുടംപുളിയാണേ. കുടംപുളി ഞാൻ കഴുകി എടുത്തതാണ്. എപ്പോഴും നിങ്ങൾ കഴുകി തന്നെ യൂസ് ചെയ്യണം. വീടുകളിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് അത്രയും സേഫ്റ്റി ആയിട്ട് എടുക്കാം. പക്ഷേ എല്ലാത്തതും നമ്മൾ നന്നായിട്ട് കഴുകണം. ഇതിനകത്ത് മണ്ണൊക്കെ കാണും. ഇതിലോട്ട് ഇട്ടു. ഇനി നമുക്കിതിലോട്ട് മീൻ പറക്കി ഓരോന്നായി ഇടാം. ചൂര ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ചൂരയാണ്. ഇത് കറുത്ത ചൂരയാണ്. വെളുത്ത ചൂരയുണ്ട്, കറുത്ത ചൂരയുണ്ട്, അങ്ങനെ പല ഐറ്റംസ് ചൂരയുണ്ട്. അതായത് കറുത്ത കളറിലുള്ള ചൂരയാണ്. ഇത് നന്നായിട്ട് അരപ്പ് മുങ്ങി കിടക്കുന്ന വിധത്തിൽ ഇങ്ങനെ തവി കൊണ്ട് പൊടിഞ്ഞു പോകരുത്, കുത്തി ഇളക്കുകയും ചെയ്തില്ല. ഇതുപോലെ നന്നായിട്ട് നീക്കി ഒന്ന് സെറ്റ് ചെയ്ത് അടച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിനകത്ത് തേങ്ങയൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല.
വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. വെറും മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുടംപൊടി, ഇത്ര ഐറ്റംസാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് നന്നായി ഒന്ന് പറ്റിച്ചെടുക്കുമ്പോൾ നല്ല ഉച്ചയ്ക്ക് ഊണിന് നല്ലൊരു ഡിഷാണ്. ഇനി നമുക്ക് അടപ്പെടുത്ത് നോക്കാം. ഉണ്ടോ, നല്ല ഈ പരുവത്തിന് ആയിട്ടുണ്ട്. നല്ല വറ്റി ഈ കണക്കിനായിട്ടുണ്ട്. അതിൻ്റെ അടങ്ങിന് ഉപ്പും പൊടിയും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ പറ്റിച്ചെടുത്താൽ നല്ല സൂപ്പർ ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബറും തരിക. ഇതിലോട്ട് കുറച്ച് കരിയാപ്പലയും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കരിയാപ്പല ഇല്ലാത്തത് കൊണ്ടാണ്.